സജി ചെറിയാൻ ഭരണഘടനയ്ക്കെതിരായിട്ട് പ്രസംഗിച്ചു. കേസെടുത്തു. ക്രൈം നമ്പർ 600/22 സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. പോലീസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുത്തു. പോലീസ് ആദ്യം ഒരു എഫ്ഐആർ ഇട്ടു. എഫ്ഐആർ അവിടെ ഉണ്ട്. എഫ്ഐആറിന്മേൽ കുറ്റപത്രം കൊടുത്തു. കുറ്റപത്രം എങ്ങനെയാണ് കൊടുത്തത്? കുറ്റപത്രം കുറ്റം ചെയ്തു എന്നുള്ള നിലയിലല്ല കൊടുത്തത്. എന്താ കൊടുത്തത്? കുറ്റകരമായ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഈ കേസ് റഫർ ചെയ്ത് കളയണം, എഴുതി തള്ളിക്കളയണം എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അഥവാ റഫർ ചാർജ് എന്നാണ് ഞങ്ങൾ കോടതിയിലുള്ള വക്കീലന്മാർ പറയുന്നത്. റഫർ ചാർജ് എന്നാണ്. റഫർ ചാർജ് കോടതി അംഗീകരിച്ചു. റഫർ ചാർജ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ സജി ചെറിയാന്റെ മേൽ കുറ്റം നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ, അഥവാ ഈ പറയപ്പെടുന്ന തരത്തിൽ എഫ്ഐആറിൽ പറയപ്പെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അന്തിമ റിപ്പോർട്ട്, പിന്നെ റഫർ ചാർജ് എന്നാണ് പറയാം. റഫർ ചാർജിനെ കോടതി അംഗീകരിച്ചു. ആ റഫർ ചാർജ് അംഗീകരിച്ചുകൊണ്ടാണ് സജി ചെറിയാന് വിടുതൽ കിട്ടിയെന്നുള്ള വിവക്ഷയിൽ മന്ത്രിസ്ഥാനം തിരിച്ചു നൽകിയത്. പക്ഷേ ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതി വളരെ വ്യക്തമായി തന്നെ അതിങ്ങനെ പറയുന്നുണ്ട്. അല്ലല്ലോ, ഒരു മിനിറ്റ് അരുണേ കേൾക്ക്. അരുണ് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വരാത്ത കൊണ്ടുണ്ടായ ചില പ്രശ്നങ്ങളായിരിക്കും. മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി എന്താണെന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു എഫ്ഐആർ മേൽ അന്വേഷണം നടത്തുന്നു, കുറ്റപത്രം കൊടുക്കുന്നു, അതല്ലെങ്കിൽ കുറ്റം നടന്നിട്ടില്ല എന്നുള്ള റഫർ റിപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ കുറ്റപത്രമല്ല കൊടുത്തത്, കുറ്റം നടന്നിട്ടില്ല എന്നുള്ള റഫർ റിപ്പോർട്ട് കൊടുത്തു. ആ റഫർ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് അംഗീകരിച്ചാൽ കുറ്റമില്ല, എഫ്ഐആർ റദ്ദാക്കപ്പെടുകയാണ്. ഇവിടെ അതിലാണ് സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? 20ാമത്തെ പേജിൽ എങ്ങനെ പറയല്ലേ? ദ ലേൺഡ് മജിസ്ട്രേറ്റ്, ആ മജിസ്ട്രേറ്റ് ആൾസോ ഏൺഡ് അക്സെപ്റ്റിംഗ് ദ ഫൈനൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള റഫർ റിപ്പോർട്ടിനെ അവർ അംഗീകരിച്ചു. റഫർ റിപ്പോർട്ട് അംഗീകരിക്കുന്നതിന് മുമ്പ് ഒരിക്കലും സജി ചെറിയാനെ കേൾക്കേണ്ടതില്ല. സജി ചെറിയാനെ കേൾക്കാതെയാണ് കുറ്റം നടന്നിട്ടില്ല എന്നുള്ള വാദം നിലനിൽക്കില്ല. കാരണം അങ്ങനെ ഒരു പ്രൊസീജിങ്സ് ഇല്ല. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാലാണ് അദ്ദേഹത്തിന് പിന്നെ സമൻസ് അയച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിളിച്ചു വരുത്തി കേൾക്കേണ്ടത്. ഇവിടെ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള പോലീസിന്റെ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് അംഗീകരിക്കുമ്പോൾ ആ പ്രതിക്ക് നോട്ടീസ് കൊടുക്കേണ്ടതില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഫൈനൽ റിപ്പോർട്ട് അക്സെപ്റ്റഡ് ബൈ മജിസ്ട്രേറ്റ് എന്നിട്ട് അദ്ദേഹം പറയാണ് there was several witness in the like media person എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയ മാധ്യമങ്ങളെ കേട്ടില്ല. ആ ഫൈനൽ റിപ്പോർട്ടിലടത്തും മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി സമൻ ചെയ്തിട്ടില്ല എന്നുള്ളതും അവിടുത്തെ CCTV ഫൂട്ടേജ് എടുത്തിട്ടില്ല എന്നുള്ളതും അതുപോലെ തന്നെ ആ കോടതി അതിനകത്ത് പറഞ്ഞു പോകുന്നത് ടൊസാമോ ബ്രൗൺ വേഴ്സസ് UP 2015 ഈ ഇലക്ട്രോണിക് ഡിവൈസുകളെയും അതുപോലെ തന്നെ പിന്നെ സാറ്റലൈറ്റ് ഉപകരണങ്ങളും ഈ ഇലക്ട്രോണിക്സ് മീഡിയാസുകൾ അഥവാ ഈ പറഞ്ഞ ഫോൺ ഉൾപ്പെടെ അല്ലെങ്കിൽ CCTV ക്യാമറ ഉൾപ്പെടെ ഉള്ള ആ കാര്യങ്ങൾ എങ്ങനെയാണ് തെളിവിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ് ആ വിധിയിൽ പറയുന്നത്. അങ്ങനെ ആ വിധിയിൽ പറയപ്പെടുന്ന ഒരു കാര്യവും ഇവിടെ ചെയ്തിട്ടില്ല. CCTV എടുത്തിട്ടില്ല, ശബ്ദ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല, ഈ അവിടെ ഉണ്ടായിരുന്ന മീഡിയാസിനെ വിളിച്ച് കേട്ടില്ല, അവരുടെ ഫൂട്ടേജുകൾ എടുത്തില്ല, ഈ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ എവിഡൻസും എടുത്തില്ല എന്ന് മാത്രമല്ല ഒരു പാർട്ടിക്കാരനെ വിളിച്ചിട്ട് അദ്ദേഹം അതേ പാർട്ടിക്കാരനെ കൊണ്ട് ഒരു മൊഴി എടുത്തിട്ട് ഇത് കേസ് റഫർ ചെയ്ത് കളയുകയായിരുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തൽ. ബഹുമാനപ്പെട്ട അരുൺകുമാർ പറഞ്ഞതിൽ ഒരു തെറ്റെന്താണെന്നറിയോ? റഫർ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന വാദം നിൽക്കില്ല. കാരണം എന്താണ്? 20ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതിയിലെ ജഡ്ജി ബെച്ചു കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, ലേൺഡ് മജിസ്ട്രേറ്റ് അക്സെപ്റ്റിംഗ് ദ ഫൈനൽ റിപ്പോർട്ട്, ദാറ്റ് വാസ് റഫർ റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്നു. അപ്പോ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ്. എന്താണ്? നിലവിൽ സജി ചെറിയാനെതിരെ കേസ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? കോടതി റഫർ റിപ്പോർട്ട് അംഗീകരിച്ചു. ഇവിടുത്തെ പ്രശ്നം എന്താ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു പുതിയ ടീമിനെ വെച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. കോടതി രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നോക്കിയത്. റീഇൻവെസ്റ്റിഗേഷൻ നടത്തണമോ അഥവാ പുനരന്വേഷണം നടത്തണമോ തുടരന്വേഷണം നടത്തണമോ? അത് നിയമപരമായ വിഷയമാണ്. എന്നിട്ട് കോടതി ചില ഫൈൻഡിങ്സുകൾ പറഞ്ഞുകൊണ്ട് പറയുന്നു ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷന് സാധ്യതയില്ല, എന്നാൽ തുടരന്വേഷണത്തിന്റെ സാധ്യതയുണ്ട്. തുടരന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തേണ്ടത്. എങ്ങനെ കൂടി പറഞ്ഞു? ക്രൈംബ്രാഞ്ച് നടത്തുമ്പോൾ CCTV പരിശോധിക്കണം, ഫൂട്ടേജ് എടുക്കണം, ശബ്ദ പരിശോധന നടത്തണം, അതിനകത്ത് മറ്റ് മാധ്യമപ്രവർത്തകരെ കേൾക്കണം, എല്ലാ നടപടികളും ശാസ്ത്രീയമായി FSL പരിശോധന ഉൾപ്പെടെ നടത്തിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രി അല്ലാതിരുന്ന സജി ചെറിയാൻ ഒരു കാര്യം കൂടെ പറയാം. ഒറ്റ കാര്യം, മന്ത്രി അല്ലാതിരുന്നപ്പോൾ ആലോചിക്കണം, ഈ റഫർ റിപ്പോർട്ട് ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന പോലീസിന്റെ റിപ്പോർട്ട് കോടതി കൊടുക്കുമ്പോൾ സജി ചെറിയാൻ മന്ത്രിയല്ല. മന്ത്രി അല്ലാതിരുന്നിട്ടും പോലീസിൽ കൃത്യമായി പാർട്ടിയുടെയും ഭരണത്തിന്റെയും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കുറ്റം ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ട് പോലീസിനെ കൊണ്ട് കൊടുപ്പിക്കാൻ കഴിഞ്ഞ സജി ചെറിയാൻ മന്ത്രിയായിട്ട് കൂടി തുടർന്നാൽ ഏത് ക്രൈംബ്രാഞ്ചിനെ സ്വാധീനിക്കും? ഏത് ഉദ്യോഗസ്ഥന്റെ മേലും അദ്ദേഹത്തിന് എന്തായാലും MR അജിത് കുമാറിനെ പോലുള്ള ADGP-മാരുള്ള നാടല്ലേ?
ക്രൈംബ്രാഞ്ച് അല്ല അതിനേക്കാൾ കടുപ്പപ്പെട്ട പോലീസുകാർ കേരള പോലീസ് അന്വേഷിച്ചാലും സജി ചെറിയാൻ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ ഉളപ്പാസ് പണി നടക്കത്തില്ല. കാരണം എന്തറിയോ, CCTV ഫൂട്ടേജ് എടുക്കേണ്ടി വരും, മാധ്യമപ്രവർത്തകരെ കേൾക്കേണ്ടി വരും, FSL റിപ്പോർട്ട് അഥവാ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കേണ്ടി വരും, സജി ചെറിയാനെ വിളിച്ചു വരുത്തി ശബ്ദരേഖ എടുക്കേണ്ടി വരും, ആ ശബ്ദം പിന്നെ യഥാർത്ഥ ശബ്ദമാണോ എന്നുള്ള ശബ്ദ സാമ്പിൾ രാസപരിശോധനയ്ക്ക് അയക്കേണ്ടി വരും, എന്നിട്ടോ പുറത്തുനിന്നുള്ള ആളുകളെയും മാധ്യമപ്രവർത്തകരെയും സാക്ഷിയാക്കേണ്ടി വരും, എന്നിട്ടോ ഭരണഘടനാ തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി എല്ലാ പഴുതുകളും അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹൈക്കോടതി പിടികൂടും. ഇപ്പോ സത്യത്തിൽ ഒരു നടുക്കടലിൽ നിൽക്കുകയാണ് സജി ചെറിയാന്റെ ഭാവി. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ അരുൺകുമാർ പറഞ്ഞു, ഞങ്ങൾ ഭരണഘടനയെ മാനിക്കുന്നവരാണ് സാർ. നിങ്ങൾക്കറിയോ ശ്രീ അരുൺകുമാർ, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കൽക്കത്ത തിസീസ്. കൽക്കത്ത തിസീസ് എന്താണെന്നറിയോ? ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്നും വിപ്ലവം തോക്കിൻ കോയിലൂടെ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് കൽക്കത്ത തിസീസിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സായുധ കലാപത്തിന് നേതൃത്വം കൊടുത്തു. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ സ്വാതന്ത്ര്യം തന്നെ കിട്ടിയത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. കൊടി ഉയർത്തണ്ട എന്ന് പറഞ്ഞവർ കമ്മ്യൂണിസ്റ്റുകളാണ്. നേരത്തെ ശ്രീ ജയചന്ദ്രൻ, ശ്രീ BJPയുടെ ശ്രീ ജയചന്ദ്രൻ മാഷ് പറഞ്ഞു, ഞങ്ങള് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, നിങ്ങളും അംഗീകരിച്ചിട്ടില്ല. ഗോൾവാൾക്കറിന്റെ ദ ബഞ്ച് ഓഫ് തോട്ട്സ് അഥവാ വിചാരധാരയില് പേജ് നമ്പർ 350 അടുത്തൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. സജി ചെറിയാൻ എന്ത് പറഞ്ഞോ അതിനേക്കാൾ കടുപ്പത്തോടു കൂടിയാണ് ഗോൾവാൾക്കർ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ ശ്രീ അരുൺകുമാർ അറിയാം, അദ്ദേഹത്തിന് അത്യാവശ്യം നിയമം അറിയാതുള്ള ഒരു CPM കാരനാണ്. അദ്ദേഹത്തിന് CRPCയിലെ 171 ക്ലോസ് 3യുടെ കൃത്യമായ നിർവചനത്തെ കുറിച്ച് അറിയാം. അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അത് മജിസ്ട്രേറ്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന, മജിസ്ട്രേറ്റിന് ഉത്തരവ് ചെയ്യാൻ പറ്റാത്തതും കോടതിക്ക് ഉത്തരവ് കൊടുക്കാൻ പറ്റാത്തതും പോലീസിനെ കൊണ്ട് മാത്രം ചെയ്യിക്കാൻ കഴിയുന്ന തുടരന്വേഷണത്തിന്റെ പ്രക്രിയയാണ്. അതിപ്പോ പുതിയ നിയമസംഹിത വന്നപ്പോ അത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ ഇതിലേക്ക് വന്നപ്പോ 193 ക്ലോസ് 9 ആയി മാറി. ഒരു വ്യത്യാസം ഞങ്ങൾ അതിനകത്ത് കൃത്യമായി വായിച്ചൊക്കെ നോക്കി. 171 ക്ലോസ് 3യിൽ നിന്നും ഒരു വ്യത്യാസവും 193 ക്ലോസ് 9ൽ ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സജി ചെറിയാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഒരു ഉളപ്പാസ് റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കുമ്പോൾ കോടതി അതിനകത്ത് ഈ നേരത്തെ ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതി പറഞ്ഞതുപോലെ, നിരീക്ഷണപരമായി പറഞ്ഞതുപോലെ എല്ലാം ഒരു തവണയെങ്കിലും ഒന്ന് എടുത്തും തിരിച്ചും ഒക്കെ വായിച്ചിരുന്നുവെങ്കിൽ മജിസ്ട്രേറ്റിന് ഈ അബദ്ധം പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് മജിസ്ട്രേറ്റിന് ഒരു താക്കീത് എന്ന വണ്ണം അതിനകത്ത് പരാമർശം വന്നത്. അരുൺകുമാർ പറഞ്ഞു സജി ചെറിയാനെ കേട്ടില്ലല്ലോ. കേൾക്കേണ്ട കാര്യമില്ല സാർ. നിലവിലത്തെ സ്ഥിതി എന്താണ്? നിലവിൽ സജി ചെറിയാനെതിരെ FIR ഇല്ല. എന്താ കാര്യം? ആ FIR റഫർ ചെയ്ത് കോടതി കളഞ്ഞു. അഥവാ റഫർ റിപ്പോർട്ട് അംഗീകരിച്ചതോടുകൂടി മജിസ്ട്രേറ്റ് കോടതി ആ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് അംഗീകരിച്ചതോടുകൂടി സജി ചെറിയാൻ മേൽ നിയമപരമായി ഇപ്പോൾ FIR നിലവിലില്ല. എന്നാൽ ഇന്നു മുതലുണ്ട്. എന്താ കാര്യം? തുടരന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് ആ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ സെറ്റ് അസൈഡ് ചെയ്തുകൊണ്ട് FIR നിലവിൽ വന്നു കഴിഞ്ഞു. അഥവാ ഇനി അന്വേഷണമുണ്ട്. അവിടെയാണ് പ്രശ്നം. നിലവിൽ FIR ഇല്ലാതിരിക്കവേ ആ ഒറ്റ കാരണത്താൽ കോടതിയുടെ ഉത്തരവ് വന്ന ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത സജി ചെറിയാന് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റപത്രം, FIR നിലവിൽ വരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം വരുന്നു. ആ അന്വേഷണം വരുമ്പോൾ അദ്ദേഹം മന്ത്രിയായി തുടർന്നാൽ എങ്ങനെ? അത് അന്വേഷണത്തെ സ്വാധീനിക്കുമോ? ഇതാണ് പ്രശ്നം. പിണറായി വിജയന്റെ പോലീസ് ഭരിക്കുമ്പോൾ ADGPമാർ അരങ്ങുവാഴുന്ന, മുഖ്യമന്ത്രിക്കും ഭരണഘടനയിലെ മന്ത്രിമാർക്കും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിമാർ ദൂത് പോകുകയും എന്തും കലക്കുകയും ചെയ്യുന്ന കള്ളർ റിപ്പോർട്ടിന്റെ കാലത്ത് സജി ചെറിയാൻ മന്ത്രിയായി തുടർന്നാൽ അന്വേഷണം, തുടരന്വേഷണം, അന്വേഷണം എങ്ങനെയെന്നുള്ളതാണ്